നമസ്കാരം. മലയാളി വാർത്ത ഇൻ ഡെപ്തിലേക്ക് സ്വാഗതം. ഒരു കണക്കും വീട്ടാതെ പോയിട്ടില്ല. സ്കെച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർക്കുക തന്നെ ചെയ്തിരിക്കും. എവിടെ ഏതൊക്കെ മാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും മുജിതബയെ തൂക്കിയിരിക്കും എന്നാണ് മൊസാദ് കട്ടായം പറയുന്നത്. ഇസ്രയേലിന് നേരെ വിരൽ ചൂണ്ടിയ ഇസ്രയേൽ കത്തിക്കും, ജൂതരെ കൊന്നൊടുക്കും, അവരുടെ കണ്ണിൽ അവരുടെ ഹൃദയത്തിൽ തീ പടർത്തും എന്നൊക്കെ വെല്ലുവിളിച്ച പലരും ഇന്നിപ്പോൾ ഇറാനിൽ ബാക്കിയില്ല. ഇസ്രയേലിനെ മുച്ചൂടും തീർക്കാൻ ഹമാസ് പടയെ ഇറക്കിവിട്ട ആയത്തുള്ള അലി ഖമനേയിയും പടമായി കഴിഞ്ഞു. മുജ്തബ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇസ്രയേൽ എന്ന ചെറു രാജ്യത്തെ ഇറാൻ എന്ന വലിയ രാജ്യം ഭയക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. മുജ്തബയ്ക്ക് നേരെ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഇറാനിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പയുടെ ഖബറടക്കത്തിന് പോലും മകൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങില്ലേ എന്നാണ് ചോദ്യം ഉയരുന്നത്. ആയത്തുള്ള അലി ഖമനേയി നെഞ്ചും വിരിച്ചു നിന്ന് ഇസ്രയേൽ പടയെ നേരിട്ട ആളാണ്. അദ്ദേഹം വീരമൃത്യു വരിച്ച ആളാണ്. അതിൻ്റെ പകുതി നട്ടല്ലെങ്കിലും മകൻ മുജ്തബ ഖമനേയി കാണിക്കണമെന്നാണ് ഇപ്പോൾ ഇറാനിലെ ജനങ്ങൾ പറയുന്നത്. ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരുത്തനെ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ആ രാജ്യം ചോദിക്കുന്നു. മുജ്തബ സ്വന്തം രക്ഷ ഉറപ്പാക്കി ഇപ്പോഴും മാളത്തിൽ ആരും കാണാതെ ഒളിച്ചിരിക്കുന്നു. ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ 4-ാം തീയതിയാണ് നടക്കുന്നത്, അതായത് നാളെ. ഈ നിമിഷം വരെയും പുറത്തേക്കിറങ്ങാൻ മുജ്തബ ഖമനേയി തയ്യാറായിട്ടില്ല. ഒരൊറ്റ പേടിയാണ് മുജ്തബയെ വേട്ടയാടുന്നത്: മൊസാദ്, ഇസ്രയേലിൻ്റെ കാവൽ മാലാഖ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മുജ്തബ ഖമനേയി കിലുകില വിറയ്ക്കുകയാണ്. മൊസാദിന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളാണ് മുജ്തബ ഖമനേയി. ആയത്തുള്ള അലി ഖമനേയിയെയും മകനെയും തീർക്കാൻ മൊസാദ് സ്കെച്ചിട്ടത്, അതിൽ നിന്ന് വഴുതിപ്പോയതാണ് മുജ്തബ ഖമനേയി. പക്ഷേ ആ തലയും തങ്ങൾ എടുക്കും എന്ന് മൊസാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. പല വേദികളിൽ നിന്നുകൊണ്ടും മുജ്തബ ഖമനേയി ഇസ്രയേലിനെതിരെ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്. അതും ആയത്തുള്ള അലി ഖമനേയി ഉണ്ടായിരുന്ന വേദിയിൽ നിന്നുകൊണ്ടാണ്, അതായത് ബാപ്പയുടെ ധൈര്യത്തിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനെ വെല്ലുവിളിച്ചത്. അതിനെല്ലാമുള്ള മറുപടി തങ്ങൾ തരും എന്ന് ഇസ്രയേൽ അന്നേ കുറിച്ചിട്ടതാണ്. ഇറാനിലെ ഒരു നിര നേതാക്കളെ തന്നെ മൊസാദ് ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൃത്യതയോടെയുള്ള ആക്രമണത്തിലാണ് നേതാക്കന്മാരെ ഉൾപ്പെടെ കൊന്നൊടുക്കിയത്. അതിന് മൊസാദ് പറഞ്ഞ ഒരേ ഒരു കാരണം: ലോകം മുഴുവൻ ഞങ്ങളെ എതിർക്കുമായിരിക്കും, പക്ഷേ ഞങ്ങൾ അതിൽ കൂസുന്നില്ല. ഞങ്ങളുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ, ഞങ്ങളുടെ ജനതയെ ഇല്ലാതാക്കാൻ, ജൂതരാഷ്ട്രം കത്തിക്കാൻ, ജൂതരെ കൂട്ടത്തോടെ കൊന്നൊടുക്കും എന്ന് വെല്ലുവിളിച്ചവരെയാണ് ഞങ്ങൾ ഇല്ലാതാക്കിയത്. ഇസ്രയേൽ ഒരു കാലത്തും ആയുധം താഴെ വെക്കില്ല. ആയുധം താഴെ വെച്ചാൽ ചുറ്റും കൂടിയിരിക്കുന്ന ശത്രുക്കൾ തങ്ങളെ കാർന്ന് തിന്നുമെന്നും ജൂത കുട്ടികളെ പോലും അവർ മൃഗീയമായി കൊലപ്പെടുത്തുമെന്നും ഇസ്രയേൽ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല എന്നും, ഇറാൻ അടങ്ങുന്നതുവരെ, ഇറാന്റെ പത്തിക്കടിച്ച് അവരെ വീഴ്ത്തുന്നതുവരെ ഇസ്രയേലിന് ഒരു തരത്തിലും ഇനി ഇറാൻ ഒരു ഭീഷണിയാകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുന്ന കാലത്ത് ഞങ്ങൾ ഇറാനെ വെറുതെ വിടാൻ തയ്യാറാണ്. അതുവരെ ഞങ്ങളുടെ ഒരേ ഒരു ശത്രു ഇറാൻ മാത്രമായിരിക്കുമെന്ന് മൊസാദ് വെല്ലുവിളിക്കുന്നു. മൊസാദ് ഇറാനോട് ഇത്ര വലിയ കൊലവെറിയിൽ നിൽക്കുന്നതിനൊരു കാരണമുണ്ട്. ഇറാനാണ് വലിയൊരു നാണക്കേടിൻ്റെ വക്കിലേക്ക് മൊസാദിനെ കൊണ്ടെത്തിച്ചത്. ഒക്ടോബർ 7-ന് അന്ന് നടന്ന ആക്രമണം അത് വല്ലാതെ മൊസാദിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ജൂത കുട്ടികളെ പോലും കൊന്നൊടുക്കുകയും അവരുടെ കഴുത്തറക്കുകയും ഇസ്രയേലി സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ഒക്കെയാണ് ചെയ്തത്. അത് ഞങ്ങൾക്കുണ്ടായ വലിയ പിഴവാണെന്നും, ഞങ്ങളൊന്ന് കണ്ണടച്ചപ്പോൾ ഉണ്ടായ പിഴവാണെന്നും സ്വന്തം രാജ്യത്തോട് മൊസാദ് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ലോകം മുഴുവൻ, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകളെല്ലാം മൊസാദിനെ അന്ന് ചൂണ്ടുവിരലിൽ നിർത്തിക്കൊണ്ട് പരിഹസിച്ചു. അന്നേ മൊസാദ് കുറിച്ചിട്ടതാണ്: ഇറാന്റെ നാശം കണ്ടേ ഞങ്ങൾ അടങ്ങൂ എന്ന്. പലപ്പോഴും ഇസ്രയേലിനെ ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അമേരിക്കയാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിന് തയ്യാറല്ലാതെ പല ഘട്ടങ്ങളിൽ മാറി നിൽക്കുകയാണ്. ഇനിയൊരു യുദ്ധം വയ്യ എന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തി നെതന്യാഹുവിനെ സമാധാന കരാറിലേക്കൊക്കെ എത്തിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. എന്നാൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്: ഞങ്ങൾ അമേരിക്കയെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ട്രംപിനെ കണ്ടിട്ടോ അല്ല ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ തലയെടുത്തേ ഇത് അവസാനിപ്പിക്കൂ എന്ന് ഇസ്രയേൽ കട്ടായം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മുജ്തബ ഖമനേയിക്ക് നേരെയാണ് ഇറാനികൾ രംഗത്തെത്തിയിരിക്കുന്നത്.
ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിന് 2 കോടി ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കാനാണ് ഇറാന്റെ മതഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. 2 കോടി ജനങ്ങൾ പോലും രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വന്തം മകൻ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ല. ഇതുപോലെ ഒരുത്തനെയാണോ ഇനി പരമോന്നത നേതാവായി ഞങ്ങൾ സഹിക്കേണ്ടത് എന്നാണ് ഇറാൻ ജനത ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം ആയത്തുള്ള അലി ഖമനേയി എന്ന വലിയ മനുഷ്യന് തന്നെ നാണക്കേടായി മാറുകയാണ് മകൻ എന്നുള്ള വലിയ വിമർശനമാണ് ഇറാനിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പൊതുദർശനവും വിലാപയാത്രയും ഉണ്ടായിരിക്കും. ടെഹ്റാൻ, ഖും, നജാഫ് എന്നിവിടങ്ങളിലെ വിലാപയാത്രയിലും പ്രാർത്ഥനകളിലും ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കും. അതേസമയം ആയത്തുള്ള അലി ഖമനേയിയുടെ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി ചടങ്ങുകളിൽ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വരുന്ന റിപ്പോർട്ടുകൾ. സുരക്ഷാ കാരണങ്ങളാണ് സ്വന്തം പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് മുജ്തബ വിട്ടുനിൽക്കാൻ കാരണം. ഇറാന്റെ മുൻ പരമാധികാരികളായ ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന ചടങ്ങുകളിലാണ് മകൻ മുജ്തബ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ANI-യോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇസ്രയേലിൽ നിന്നുള്ള വധഭീഷണിയും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളുമാണ് മുജ്തബയെ ചടങ്ങിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. മുജ്തബ പ്രത്യക്ഷപ്പെട്ടാൽ മൊസാദ് ലക്ഷ്യം ഇടുമെന്ന ഭയമാണ് ഇതിന് പിന്നിൽ. ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന പൊതുചടങ്ങിൽ മുജ്തബ പ്രത്യക്ഷപ്പെടുന്നത് അതീവ അപകടകരമാണ് എന്നാണ് ആയത്തുള്ള ഹക്കീം ഇലാഹി വ്യക്തമാക്കിയത്. കഴിഞ്ഞ 36 വർഷത്തോളമായി ഇറാന്റെ വിധാതാവായിരുന്ന അലി ഖമനേയി കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിൽ ബോംബ് ആക്രമണം ആരംഭിച്ച അതേ ദിവസം തന്നെയായിരുന്നു ഖമനേയിയുടെ അന്ത്യം സംഭവിച്ചത്. ഖമനേയിയുടെ മകളും മകളുടെ ഭർത്താവും പേരക്കുട്ടിയും ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് ആ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളാണ് മുജ്തബ ഖമനേയി. അന്നു മുതൽ മുജ്തബ ഖമനേയിയെ പിന്നീട് പൊതുവേദികളിൽ എവിടെയും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ ചടങ്ങിനെങ്കിലും മുജ്തബ എത്തണമെന്നാണ് ഇറാനികൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യം ഇസ്രയേലിനോട് ഭയക്കുന്നു, മൊസാദിനെ ഭയക്കുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാകുമെന്നും അത്തരമൊരു നാണക്കേടിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കരുത് എന്നുമാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇങ്ങനെ പേടിച്ചോടുന്ന ഒരാളാണ് മുജ്തബയെങ്കിൽ അയാളെ പരമോന്നത നേതാവായി കാണാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ആയത്തുള്ള അലി ഖമനേയിയുടെ അനുയായികൾ പറയുന്നു. പരമോന്നത നേതാവിനെ മാറ്റണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. എന്നാൽ മുജ്തബ ഇസ്രയേലിനെ ഭയക്കുകയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് തന്നെ അനുയായികളോട് കട്ടായം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ചില സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുജ്തബ ഖമനേയി വരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വേഷപ്രച്ഛന്നനായിട്ടെങ്കിലും മുജ്തബ എത്തുമോ എന്നുള്ളതാണ്. പിതാവിന്റെ അന്ത്യചടങ്ങുകളിൽ ഒരു മകൻ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ടെന്നും അതൊക്കെ മുജ്തബ ചെയ്യേണ്ടതാണെന്നും ഇറാനിലെ മതഭരണകൂടം പറയുന്നു. പണ്ഡിതന്മാർ പറയുന്നതും മുജ്തബ പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ്. എന്നാൽ മുജ്തബ ഇപ്പോൾ IRGCയുടെ തണലിലാണെന്നും അല്ല ഇറാനിലെ ഖമനേയി അനുകൂലികൾ തന്നെ മുജ്തബയെ മാറ്റിയിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് അഭ്യൂഹങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഒന്നിനും സ്ഥിരീകരണമൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, മുജ്തബ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും മകൻ ചടങ്ങിന് പോലും എത്തുന്നില്ല. അത്രത്തോളം അച്ഛൻ്റെ ചടങ്ങിന് പോലും എത്താതെ മുജ്തബ മാറി നിൽക്കണമെങ്കിൽ അയാൾ ഭയക്കുന്നത് ഇസ്രയേലിനെ അല്ല, മൊസാദ് എന്ന സംഘത്തെയാണ്. ഞങ്ങൾ കണക്ക് വീട്ടുമെന്ന് പറഞ്ഞ് മൊസാദ് നിൽക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് തൻ്റെ തല നീട്ടിക്കൊടുക്കാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് ആയത്തുള്ള മുജ്തബ ഖമനേയിയുടെ നിലപാട്. വലിയ നാണക്കേടിൻ്റെ വക്കിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ഒരു പോരാളിയുടെ, ഒരു വീരപുരുഷന്റെ അവസാന നിമിഷം പോലെ അതിൻ്റെ എല്ലാ ചടങ്ങുകളും നടത്താനാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇസ്രയേലിനോട് പൊരുതി മരണം വരിച്ച ഒരു നേതാവ് എന്ന പ്രതീതി ആയത്തുള്ള അലി ഖമനേയിക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ ഹീറോയാണ് അലി ഖമനേയി എന്ന് ഇറാനിലെ തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ജനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മകൻ പോലും എത്തുന്നില്ല എന്ന് പരിഹസിച്ചുകൊണ്ട് ഇറാന്റെ മതഭരണകൂടത്തെ പുച്ഛിച്ചെറിയുന്ന ഒരു കൂട്ടം ജനതയും അവിടെയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.